ഹലോ ഗൈസ്, ഭീമന്റെ മറ്റൊരു വലിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BTR ഭാരത് ടേസ്റ്റ് റെസ്റ്റോറന്റ് ഖത്തറിലെ വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഒരു 2 years ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്. ബട്ട് ഖത്തറിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പൊ ഭാരത് ടേസ്റ്റ് റെസ്റ്റോറന്റ് അറിയാം. ഈസി ആക്സസിബിൾ ആണ്, എയർപോർട്ടിന്റെ അടുത്താണ്. മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 പാർട്ടി ഹോൾസ് അവൈലബിൾ ആണ്. 2 വലുതും 1 ചെറുതും. ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസും ഉണ്ട്. സോ ഖത്തറിലെ ആൾക്കാർക്ക് ഏറ്റവും പ്രിഫറബിളി ഒരു ഇവന്റ് നടത്താനായിട്ട് പറ്റിയ സ്ഥലമാണ് ഭാരത് ടേസ്റ്റ് റെസ്റ്റോറന്റ്. ഇനി കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ക്രിസ്മസിന് വേണ്ടിയുള്ള അച്ചായൻ സാധ്യതയുടെ ട്രയൽസും ഷൂട്ടും അവിടെ ഉണ്ടായിരുന്നു. അതിലേക്ക് എനിക്കൊരു ഇൻവൈറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ റീൽസ് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും FB-ലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാം. 24 ഐറ്റംസ് ഉള്ള ഒരു അടിപൊളി അച്ചായൻ സദ്യ. 35 റിയാൽസ് ആണ് ഡൈനിന് വരുന്നത്. ടേക്ക് അവേ 38 റിയാൽസ്. 35 റിയാൽസിന് വേർത്താണെന്ന് ചോദിച്ചാൽ ഡബിൾ വേർത്താണ് 35 റിയാൽസിന്. ഷെഫ് സോജേഷ് ഭായിയുടെ കൈപ്പുണ്യം അത് അതിൽ അറിയാനുണ്ട്. ഞാൻ വെറുതെ തള്ളുന്നതല്ല കേട്ടോ. നിങ്ങൾ അവിടെ പോയിട്ട് അവരുടെ ഡെയിലി മീൽസ്, ഐ തിങ്ക് 12 റിയൽസ് ആണ് ഡെയിലി മീൽസിന്, പോയി കഴിച്ചു നോക്കുക. ഫ്രൈഡേയും അവൈലബിൾ ആണ്. സംഭവം അടിപൊളിയാണ്. പോയവരൊക്കെ നൈസ് അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. നല്ല നാടൻ ഫുഡ്, വള്ളുവനാടൻ സദ്യ, അതാണ് ഷെഫ് നമ്മളോട് പറഞ്ഞത്. മീൻകറി ആയിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, എന്തിനും ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഷെഫ് സോജേഷ് ഭായിയുടെ കൈപുണ്യത്തിലും മേൽനോട്ടത്തിലും ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് ഈ അച്ചായൻ സദ്യയിലുള്ളത്. നിങ്ങൾക്ക് വേർത്താണ്, ഇതൊരു ലോസ് ആവില്ല. എന്തായാലും പോയി കഴിച്ചു നോക്കുക. ഇല്ലാന്നെങ്കിൽ ടേക്ക് അവേ ഉണ്ട്, ടേക്ക് അവേ എടുത്ത് നോക്കുക. 30 റിയാൽസ് ആണ് ടേക്ക് അവേക്ക് വരുന്നത്. നല്ല ചിക്കൻ കൊണ്ടാട്ടവും ബീഫ് ഒലത്തും താറാവ് റോസ്റ്റും ഫിഷ് മുളകിട്ടതുണ്ട്, തേങ്ങ അരച്ചതുണ്ട്, നല്ല പുളിശ്ശേരി ഉണ്ട്, കുത്തരിച്ചോറ്. അച്ചായൻ സദ്യ കഴിക്കണ ഓർഡർ ഒന്നും എനിക്കറിയില്ല. പറഞ്ഞിട്ട് വെച്ചിട്ട് ഞാൻ ആദ്യം പ്ലം കേക്കിലും മുന്തിരിച്ചാറിലും തുടങ്ങി. എന്നിട്ട് പിന്നെ ആ കട്ട്ലറ്റിൽ നിന്ന് കുറച്ച് ഒടിച്ചെടുത്തിട്ട് ആ സർലാസും കൂട്ടി സ്റ്റാർട്ടർ കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ടിലേക്ക് വരുമ്പോൾ നല്ല അപ്പവും സ്റ്റൂവും. നാട്ടിലാണ് ഇപ്പൊ കള്ളപ്പം ഉപയോഗിക്കാം, നമുക്ക് കത്തുള്ളത് പറ്റില്ലല്ലോ. അങ്ങനെ അപ്പവും സ്റ്റൂവും കഴിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് നല്ല കുത്തരിച്ചോറ് ഇടാം. കുത്തരിച്ചോറ് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിശ്ശേരി ഒഴിക്കാം, അല്ലെങ്കിൽ മീൻകറി ഒഴിക്കാം. ഞാൻ രണ്ടും വെച്ച് ട്രൈ ചെയ്തു കേട്ടോ. നല്ല തേങ്ങ അരച്ച മീൻകറിയും നല്ല പുളിയുള്ള പുളിശ്ശേരിയും. അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും വായിലാണ് കേട്ടോ. വായിലത് വെള്ളം ഇരുന്ന് അങ്ങോട്ട് തിന്നു. അടിപൊളി, ഒന്നും പറയാനില്ല. ഉഷാർക്ക കുശാൽ, അടിപൊളി സദ്യ. ഞാൻ സദ്യ കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ട്രൈ ചെയ്യും. എന്നിട്ട് ഇല അടിച്ചെടുത്തിട്ടാണ് ഞാൻ നിർത്തുള്ളൂ. അവസാനം നാളെ പഴവും ചക്കരപ്പാനിയും പിന്നെ പപ്പടം, പഴം, പായസം, അതില്ലാണ്ട് എന്തിട്ട് സദ്യ. അതും കൂടെ ആയപ്പോൾ തൃപ്തിയായി. നല്ല ഉറക്കം വന്നിട്ടുണ്ടല്ലോ. വീട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് റഹ്മാൻക പറഞ്ഞോട്ട് തള്ളല്ല കേട്ടോളി. സംഭവം ഉഷാർക്ക കുശാൽ, അടിപൊളി അച്ചായൻ സദ്യ കഴിക്കാനായിട്ട് നേരെ വിട്ടോ ഭാരത് ടേസ്റ്റ് റെസ്റ്റോറന്റ്. അടുത്ത സദ്യ കഴിക്കാൻ ആരെയും വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഈ ലൊക്കേഷൻ മറക്കണ്ട, തുമാമേലെ ഭാരത് ടേസ്റ്റ് റെസ്റ്റോറന്റ്. ഡൈനിന് 35 റിയാലും ടേക്ക് അവേ 38 റിയാലും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.